കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടുന്ന് നമുക്ക് ദാനമായി നൽകിയ ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ അവിടുന്ന് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുന്നു. കലാകാലങ്ങളിൽ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നമ്മളെ അറിഞ്ഞുവരിക്കെ ഒരു കാരണവശാലും ഒരു കാലഘട്ടത്തിലും നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചു, അവരാശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു, ലജ്ജിച്ച് പോയതും ഇല്ല. പിതാക്കന്മാർ ലജ്ജിച്ചു പോയില്ല, നമ്മൾ ലജ്ജിച്ചു പോകില്ല, അടുത്ത ജനറേഷൻ ലജ്ജിച്ചു പോകുകയില്ല. ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ തല ഉയർത്തിപ്പിടിപ്പിക്കുന്നവനും നമ്മുടെ അതിമഹത്തായ പ്രതിഫലവും നമ്മുടെ ദൈവമാണ്. എന്നും നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ, സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരയറ്റാൻ ഇടയാവണം. ദൈവം തന്റെ സകല പ്രവൃത്തികളോടും കരുണ കാവുന്ന ദൈവം. വയലിലെ സസ്യത്തിനും കാട്ടിലെ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. ഏറിയ കുരുകിലിനേക്കാൾ നമ്മൾ വിശേഷത ഉള്ളവരാണ്. യേശുക്രിസ്തുവിന്റെ പുണ്യാഹനത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളെ എത്ര ശ്രേഷ്ഠകരമായിട്ട് അവിടെ നടത്തുമെന്ന് ചിന്തിക്കണം. നാളെ ഓർത്ത് നിരാശപ്പെടരുത്, ഭയപ്പെടരുത്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം. അവിടെ നമ്മുടെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് നമ്മൾ കുലുങ്ങിപ്പോകുകയില്ല. ധൈര്യത്തോടെ പറ, കർത്താവിന്റെ വലത്ത്. ഞാൻ എപ്പോഴും ദൈവത്തെ എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറായാൽ, ദൈവം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ആ കർത്താവിനെ കണ്ടുകൊണ്ട് മുൻപോട്ട് നീങ്ങാൻ ഇടയായാൽ പുറകോട്ട് പോകേണ്ടി വരില്ല, നിരാശപ്പെടേണ്ടി വരില്ല. ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ അവിടുന്ന് നമ്മെ ഇടയാക്കും എന്നുള്ളതിന് സംശയമില്ല. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. യഹോവയായ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് മികാപ്രവചനത്തിൽ വായിക്കുന്നത് പോലെ ഈ ദിവസങ്ങൾ നോക്കേണ്ടടുത്ത് നോക്കൂ. പ്രാർത്ഥന കേൾക്കുന്നവൻ ഇന്നും നമ്മോട് കൂടെയുണ്ട്. മത്തായി സുവിശേഷം 9-ാം അധ്യായം 17-ാം വാക്യം. യേശു അത് കേട്ടപ്പോൾ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യം ഇല്ല. യേശു ഒരു വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീക്ഷന്മാർ ഇത് കണ്ട് യേശുവിന്റെ ഈ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുകയാണ്. ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് യേശു പറഞ്ഞ മറുപടിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. യേശു അവര് പറഞ്ഞത് കേട്ടപ്പോൾ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ ചിന്തിക്കുന്ന ചിന്ത, യേശു എവിടെങ്കിലും പോയാൽ അതിന്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട്. യേശു സക്കായുടെ വീട്ടിൽ വന്ന് നമുക്കറിയാം, മറ്റൊരിടത്ത് എഴുതിയിട്ടുണ്ട് വ്യക്തമായി. യേശു എങ്ങനെയുള്ള മനുഷ്യനെന്ന് കാണാൻ
സക്കായി ബന്ധപ്പെട്ട അത്തിമരത്തിൽ കയറി. പക്ഷെ സക്കായിക്ക് തന്നെ ആരും കാണണ്ട. പക്ഷെ തനിക്ക് യേശുവിനെ കാണണം. യേശു അവിടേക്ക് വരിക. സക്കായോട് പറയാ, നീ ഇറങ്ങുക. നീ കാണണ്ട എന്ന് പറഞ്ഞാലും നിന്നെ കാണുന്ന ഒരുവനുണ്ട് കേട്ടോ. നിന്റെ അടുക്കലേക്ക് വരുന്ന ഒരുവനുണ്ട്. എന്നിട്ട് പറയുക, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കണം. ആ കുടുംബത്തിന് മൊത്തം രക്ഷ വരുത്തുകയാണ്. അവന്റെ ചിന്താഗതിക്ക് മാറ്റം വരുത്തുകയാണ്. യേശു പറയാതെ അവൻ ചില തീരുമാനങ്ങളിലേക്ക് വരികയാണ്. സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത്, ദീനക്കാർക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. യേശു പറയുക, സൗഖ്യമുള്ളവർക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. ഇന്ന് ഏതൊക്കെ വിഷയത്തിൽ വേദന അനുഭവിക്കുന്നു, സങ്കടം അനുഭവിക്കുന്നു, ദീനം അനുഭവിക്കുന്നു, മാനസികമാകട്ടെ, ശാരീരികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, കുടുംബതലത്തിലാകട്ടെ, തലമുറയുടെ വിഷയത്തിലാകട്ടെ, അവരെ സൗഖ്യമാക്കാൻ നല്ലൊരു വൈദ്യൻ നമ്മുടെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. 12 സംവത്സരമായി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തകർന്നുപോയ രക്തസ്രാവമുള്ള സ്ത്രീ. പല ഡോക്ടേഴ്സിനാൽ അവൾ പരീക്ഷിക്കപ്പെടുകയാണ്. ഭയം അവിടെ അകത്തു വന്നു, ഭയപരിവശയായി. പല ന്യൂസുകൾ അവളെ വല്ലാതെ ഭ്രമിപ്പിച്ചു. ഒരിടത്ത് പോകുമ്പോൾ അടുത്ത ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലാൻ അടുത്ത ആൾക്കാർ പറയുന്നു. അവിടെയും പോയി സമ്പാദ്യം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, ബലം നഷ്ടപ്പെട്ടു, സ്വസ്ഥത നഷ്ടപ്പെട്ടു, ഭയമകത്തു വന്നു. പക്ഷേ അതുവരെ അവൾ കേട്ടത് ലോകത്തിന്റെ വർത്തമാനം, രക്ഷപ്പെടത്തില്ലെന്നുള്ള വർത്തമാനം, ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ വർത്തമാനം. സാഹചര്യങ്ങളെതിരായിട്ട് അവളെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തമ്മിൽ തൊടുകയാ. കാരണം അവളെ യേശുവിന്റെ വർത്തമാനം കേട്ടു. എന്താണ് യേശുവിന്റെ വർത്തമാനം? രോഗികളെ സൗഖ്യമാക്കുന്ന, മരിച്ചവരെ ജീവിപ്പിക്കുന്ന, പ്രതീക്ഷ നഷ്ടപ്പെട്ടടുത്ത് പ്രതീക്ഷ നൽകി എഴുന്നേൽപ്പിക്കുന്ന, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച, കാനാവിലെ കല്യാണ വീട്ടിൽ അടയാളങ്ങൾ ചെയ്ത, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ, മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്ന എന്റെ യേശുവിന്റെ വർത്തമാനം കേട്ടപ്പോ ഇവൾ യേശുവിനെ തൊടാൻ തീരുമാനിച്ചു. നിയമങ്ങളും സാഹചര്യങ്ങളും എതിരാണെങ്കിലും ആവശ്യക്കാരി തൊടും. ശക്തി പുറപ്പെട്ടു. അവളത് ശരീരത്തിൽ അറിഞ്ഞു. സഹോദരങ്ങളെ, ഇന്ന് പകൽ ഏതു വിഷയത്തിനാണ് നീ ദീനമായിരിക്കുന്നത്, സൗഖ്യമില്ലാതിരിക്കുന്നത്? നല്ല വൈദ്യൻ നിന്നെ തൊടാൻ പോകുകയാണ്. ശക്തി പുറപ്പെട്ടാൽ സംവത്സരങ്ങൾ പഴകിയ വിഷയം. അവിടെ പേര് നിങ്ങളൊന്ന് നോക്കി, എന്താ എഴുതിയിരിക്കുന്ന? രക്തസ്രാവമുള്ള സ്ത്രീ എന്നാ. കാരണം രോഗം പേരുമായി താരതമ്യം ചെയ്തിരിക്കുന്നു. മറ്റൊരിടത്ത് 18 സംവത്സരം കൂനയായ സ്ത്രീ, ഒട്ടും നിവരാൻ കഴിയാത്ത സ്ത്രീ. അവിടെ പേര് നോക്കി, അവിടെ എഴുതിയിരിക്കുന്നു കൂനയായ സ്ത്രീ. പക്ഷെ യേശു ആ പേരിന് വ്യത്യാസം വരുത്തുകയാ. യേശു അവിടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു. യേശു പറയുകയാണ്, 18 സംവത്സരമായി സത്താൻ ബന്ധിച്ച അബ്രഹാമിന്റെ സന്തതിയായ ഇവളെ ഞാൻ അഴിച്ചുവിടേണ്ടതല്ലയോ? ഇവിടെ ബന്ധനങ്ങളെ ഞാൻ അഴിച്ചുവിടേണ്ടതല്ലയോ? കണ്ടോ, ഇന്ന് പകൽ ലോകം പറഞ്ഞ ചില പേരുകൾ, രോഗത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ചിലർ, യേശുവിന്റെ നാമത്തിൽ നല്ല വൈദ്യം നിങ്ങളെ ടച്ച് ചെയ്താൽ, സംവത്സരങ്ങൾ പഴകിയത്, ലോകം വിധി എഴുതിയത്, മനം തകർന്നു പോയത്, അറ്റുപോയ ബന്ധങ്ങൾ ഇനി കൂടിച്ചേരാൻ പറ്റാത്തത്, നിയന്ത്രണം നഷ്ടപ്പെട്ടത് ഒക്കെ ഇന്ന് രാത്രി സൗഖ്യമാക്കാൻ ഈ പ്രഭാതത്തിൽ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള സൗഖ്യദായകനായ അടിപ്പിള്ള സൗഖ്യം വന്നിരിക്കുന്നു. ആ ശക്തി ഇന്ന് പകൽ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ, നാളുകൾ പഴക്കം ചെന്ന നിങ്ങളുടെ വിഷയത്തിന്മേൽ ഇപ്പോൾ തൊടാൻ ആ വൈദ്യന് കഴിയും. ഏൽപ്പിച്ചു കൊടുക്കാമോ?
ദീനക്കാരെ സൗഖ്യമാക്കുന്ന പലവിധ വ്യാധികളുള്ളവർ യേശുവിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഏതു വെറൈറ്റിയിലുള്ള വിഷയമാകട്ടെ, ആർക്കും പരിഹരിക്കാൻ കഴിയാത്തതിനെ തൊടാൻ കഴിവുള്ള നല്ലൊരു വൈദ്യൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. വിശ്വസിക്കുക. നിങ്ങളുടെ തലമുറയിലെ കർത്താവ് തൊടാൻ പോകുക, നിങ്ങളുടെ ശരീരത്തെ തൊടാൻ പോകുക, നിങ്ങളുടെ ഹാർട്ടിനെ തൊടാൻ പോകുക, നിങ്ങളുടെ ലിവറിനെ തൊടാൻ പോകുക, നിങ്ങളുടെ ലങ്സിനെ തൊടാൻ പോകുക, നിങ്ങളുടെ ബ്രെയിനിനെ തൊടാൻ പോകുക, നിങ്ങളുടെ ഷോൾഡറിനെ തൊടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ വഴിതെറ്റിപ്പോയ നിങ്ങളുടെ തലമുറയെ തൊടാൻ പോകുക. പ്രാക്ക് തെറ്റിപ്പോയ നിങ്ങളുടെ വിഷയത്തെ യേശു തൊടാൻ പോകുക. ആ വൈദ്യൻ ഇന്ന് പകൽ സൗഖ്യമാക്കാൻ പോകുക. നാളുകളായി മുടങ്ങിക്കിടക്കുന്ന ആ വിഷയത്തെ ആ വൈദ്യൻ ടച്ച് ചെയ്യാൻ പോകുക, റൂട്ടിലേക്ക് വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നമ്മുടെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. ദീനക്കാരെ സൗഖ്യമാക്കുന്ന, അവരുടെ മുറിവുകളെ കെട്ടുന്ന, മനം തകർന്നവരെ സൗഖ്യമാക്കി അവരുടെ മുറിവുകളെ കെട്ടുന്ന, നിവരാൻ കഴിയാത്തതിനെ നിവർത്തുന്ന, മുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ആ നല്ല വൈദ്യന്റെ സാന്നിധ്യം ഇന്ന് പകൽ ജനം തിരിച്ചറിയട്ടെ. അവർ എഴുന്നേൽക്കട്ടെ, അവർ മൂവ് ചെയ്യട്ടെ, അവർ ശക്തരാകട്ടെ, അവർ ബലം ധരിക്കട്ടെ. സകല മഹത്വവും തൃപ്പാദത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ആ വൈദ്യൻ നിങ്ങളെ സാന്ത്വനിപ്പിക്കും. ആ വൈദ്യൻ നിങ്ങളെ സ്പർശിക്കും. അവിടുത്തെ കരം നിങ്ങളോട് കൂടെ ഉണ്ടാകും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പസ്പിറ്റുമാർ.